യുകെയിൽ വിപുലമായ ഓണാഘോഷവുമായി നോർത്ത് വെസ്റ്റ് ദേശി ലണ്ടനീസ്. വെംബ്ലി സെഡ്ബറി ഹാളിൽ നടന്ന ആഘോഷത്തിൽ ഒട്ടേറെ കലാകാരന്മാർ അണിനിരന്നു. ഔദ്യോഗിക ഭാരവാഹികളില്ലാതെ ഈ സൗഹൃദ കൂട്ടായ്മയിൽ നിന്ന് സ്വയമേ മുന്നോട്ട് വന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് പരിപാടികൾ ഒരുക്കിയത്. മാള സ്വദേശി ചാൾസ് നയിച്ച ആഘോഷങ്ങളിൽ റാൽഫ് അറയ്ക്കൽ, അനൂപ ജോസഫ്, അശ്വതി അനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ ഒരുക്കിയപ്പോൾ അരുൺ കൊച്ചുപുരയ്ക്കൽ, ഷിനോ ജോർജ്, മേൽജോ, തോമസ് ജോയ് എന്നിവരുടെ മേൽനോട്ടത്തിൽ 25 അംഗ കമ്മിറ്റി സംഘാടനത്തിനായി ചുക്കാൻ പിടിച്ചു. 45 നർത്തകർ തകർത്താടിയ ഫ്ലാഷ് മോബ് ഏവരെയും ആവേശത്തിലാക്കി. ന്യൂജൻ മാവേലിയായിരുന്നു മറ്റൊരു ഹൈലൈറ്റ്. മാവേലിയായി എബി ജോസും തനത് കഥകളി രൂപത്തിൽ സനികയും എത്തി. താലപ്പൊലിയുമായി വനിതകളും പുലിക്കളിയും നടത്തി. ഓണഗ്രാമം ചുറ്റി പ്രദക്ഷിണമായിട്ടാണ് കാണികൾ വേദിയിലേക്ക് എത്തിയത്. ലിവർപൂളിൽ നിന്നുള്ള വാദ്യ ചെണ്ടമേള സംഘം താളമേളങ്ങൾക്ക് അകമ്പടിയേകി. റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ പ്രസിഡന്റ് ബിജോയ് സെബാസ്റ്റ്യൻ പരിപാടിയുടെ മുഖ്യ അതിഥിയായിരുന്നു. MA UK പ്രതിനിധി ശ്രീജിത്ത് ശ്രീധർ, ആനന്ദ് TV ഡയറക്ടർ ശ്രീകുമാർ, ഷാൻ പ്രോപ്പർട്ടീസ് മാനേജർ ഷാൻ, ജഗി ജോസഫ് എന്നിവർ ചേർന്നാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. UK തൊഴിൽ വിപണിയിൽ ജോലി ഒഴിവുകൾ കുറയുന്നതായി ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുതിയ ഡേറ്റകൾ പറയുന്നു. മെയ് മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ തൊഴിലൊഴിവുകൾ 5.8% കുറഞ്ഞ് 7,18,000 2021 തുടക്കത്തിൽ രാജ്യം കോവിഡ് മഹാമാരിയിൽ നിന്ന് കരകയറിയതിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയാണിത്. ശമ്പള പട്ടികയിലുള്ള ആളുകളുടെ എണ്ണത്തിലും നേരിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ജൂൺ മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ 8,000 ജീവനക്കാരുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. തൊഴിലില്ലായ്മ നിരക്ക് 4.7% തന്നെ തുടരുകയാണ്. രാജ്യവ്യാപകമായി 30 ദശലക്ഷത്തിലധികം തൊഴിലാളികളെ ശമ്പള പട്ടിക ഇപ്പോഴും ഉൾക്കൊള്ളുന്നുണ്ടെന്ന് മുൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നയരൂപീകരണ വിദഗ്ധൻ ആൻഡ്രൂ സെൻഡൻസ് ചൂണ്ടിക്കാട്ടി. ബിസിനസ് ചെലവുകളിലെ സമീപകാല വർധനവാണ് തൊഴിലൊഴിവുകളിലെ ഈ കുറവിന് കാരണമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഏപ്രിലിൽ നാഷണൽ ലിവിംഗ് വേജ് മണിക്കൂറിൽ 11.44 പൗണ്ടിൽ നിന്ന് 12.21 പൗണ്ടായി ഉയർന്നിരുന്നു. അതേസമയം തൊഴിലുടമകളുടെ നാഷണൽ ഇൻഷുറൻസ് സംഭാവനകൾ 13.5% നിന്ന് 15% വർദ്ധിച്ചിട്ടുണ്ട്. ഊർജ്ജ ഭക്ഷ്യ ചെലവുകളുടെ വർധനവും ബിസിനസ്സുകളിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. പല സ്ഥാപനങ്ങളും ജീവനക്കാരുടെ എണ്ണത്തിൽ വെട്ടിക്കുറയ്ക്കലുകൾ നടത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ മേഖലകളിലാണ് ശമ്പള പട്ടികയിലെ കുറവ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നതെന്ന് പഠനം പറയുന്നു. യുകെയിൽ പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് സുഹൃത്തുക്കളെ വാഹനത്തിൽ ഡ്രോപ്പ് ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അവരിൽ നിന്നും പെട്രോൾ മണി കൈപ്പറ്റിയാൽ നിയമപരമായ പ്രശ്നങ്ങളിൽ അകപ്പെടുമെന്ന് മോട്ടോറിംഗ് എക്സ്പേർട്സ് മുന്നറിയിപ്പ് നൽകുന്നു. കാറുടമകൾ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും സഹപ്രവർത്തകർക്കും ലിഫ്റ്റ് നൽകുമ്പോൾ പെട്രോൾ മണി നൽകുന്ന സാഹചര്യത്തിൽ ഡ്രൈവർമാർ അവരുടെ കാറിന്റെ നടത്തിപ്പ് ചെലവിനേക്കാൾ കൂടുതൽ പണം ഈടാക്കിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് ലൈസൻസ് ഇല്ലാതെ ടാക്സിയായി പ്രവർത്തിക്കുന്നതായി കണക്കാക്കപ്പെടാം. ഇത് നിയമവിരുദ്ധവും സാധാരണ കാർ ഇൻഷുറൻസിന്റെ പരിധിയിൽ വരാത്തതുമാണ്. നിയമലംഘനം കണ്ടെത്തിയാൽ 2,500 പൗണ്ട് വരെ പിഴ ലഭിക്കുന്നതാണ്. കൂടാതെ അവരുടെ കാർ ഇൻഷുറൻസ് പോളിസി റദ്ദാക്കുകയും ചെയ്തേക്കാം. അടുത്തിടെ സോഷ്യൽ മീഡിയ വഴി ലിഫ്റ്റുകൾക്ക് പണം സംഘടിപ്പിക്കുന്ന ഗ്രൂപ്പുകൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിരുന്നു. ജേഴ്സിയിൽ നിയമവിരുദ്ധമായി ടാക്സി ഓടിക്കുന്നതിലൂടെ പ്രതിവർഷം 1 മില്യൺ പൗണ്ടോളം ഉണ്ടാക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ചില ഡ്രൈവർമാർ ഒരു രാത്രി കൊണ്ട് തന്നെ 300ഓളം പൗണ്ട് സമ്പാദിക്കുന്നു. നടപടികളുടെ പശ്ചാത്തലത്തിലാണ് ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണമെന്ന് ഇൻഷുറൻസ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇത്തരത്തിൽ പണം സമ്പാദിക്കണമെങ്കിൽ സാധാരണ കാർ ഇൻഷുറൻസിന് പകരം ടാക്സി ഇൻഷുറൻസ് ഉടമയ്ക്ക് ആവശ്യമാണ്. സുരക്ഷിതമായും നിയമപരമായും ലിഫ്റ്റുകൾ കൊടുക്കണമെങ്കിൽ ശരിയായ ചിലവുകൾക്ക് മാത്രമുള്ള പണം സ്വീകരിക്കുക. സോഷ്യൽ മീഡിയയിലോ വെബ്സൈറ്റുകളിലോ പണത്തിനായി ലിഫ്റ്റുകൾ പരസ്യപ്പെടുത്തരുത്. ഔദ്യോഗിക റൈഡ് ഷെയറിംഗ് ആപ്പുകൾ ഉപയോഗിക്കുക. പതിവായി ലിഫ്റ്റുകൾ നൽകണമെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസി പരിശോധിക്കുക. ഇത്തരത്തിൽ ന്യായമായ പെട്രോൾ മണി വാങ്ങി ലാഭം ഒഴിവാക്കുന്നത് വാഹനം ഓടിക്കുന്നവരെ സുരക്ഷിതരാക്കാനും നിയമപരമായും ഇൻഷുറൻസ് പരിരക്ഷയിൽ തുടരാനും സഹായിക്കും.